എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഓട്സ് ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓട്സ് ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള 1 കപ്പ് ഓട്സ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടും. ഓട്സ് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട, ഈ രീതിയിൽ മതി കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് മാത്രമല്ല, ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ബീൻസൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ആയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി കിട്ടും.
മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി അടച്ച് വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേഗം വെള്ളമൊക്കെ അതിൻ്റെ പറ്റിപ്പോയിട്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓട്സൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇനി തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ ഇതേപോലെ വറുത്തെടുത്താൽ നല്ല സൂപ്പറായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ചിരകിയത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കാം, ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. 2 മിനിറ്റോളം ഈ രീതിയിലൊന്ന് തുറന്ന് വെച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഓട്സ് ഉപ്മാവ് ഒന്ന് തയ്യാറാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കി ഓൾ എന്ന് കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.